ഹായ് ഹലോ, ഇതെൻ്റെ അനിയനാണ് കേട്ടോ. ഇത് അനിയത്തിയും. അങ്ങനെ മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ബന്ധുക്കളായി കുറച്ച് ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. അവരും ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് ചക്കയൊക്കെ മൂത്തത് കണ്ടത്. അങ്ങനെ അവർ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്ക പറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ചക്ക പറിക്കുന്നതൊക്കെ പ്രത്യേക ഒരു രീതിയിലാണ് കേട്ടോ. ചക്കേനെ ഒരിക്കലും നിലത്തിടില്ല, പറിച്ചിട്ട് നേരെ നിലത്തോട്ടിടില്ല. ഇങ്ങനെ ഒരു കയറിൻ്റെ മേലെ ബക്കറ്റ് കെട്ടിയിട്ട് അതിങ്ങനെ അതിനകത്തേക്ക് പറിച്ചിട്ടതിന് ശേഷം അതിങ്ങനെ എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് ഇറക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ മൂത്തു എന്ന് തോന്നുന്ന ചക്കകളെല്ലാം വെട്ടി ഇറക്കിയിട്ടുണ്ട്. ഒരു ചക്കയായിട്ടൊന്നും അച്ഛൻ ഒരിക്കലും പറിക്കാറില്ല. പറിക്കുകയാണെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഉള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ പാകത്തിനേ പറിക്കുള്ളൂ. ഇത് ചക്കക്കാലമായാൽ പിന്നെ സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ ചക്ക പറിക്കുന്ന പരിപാടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ വരവ്. എന്താണ് ഈ സംഭവിക്കുന്നത് കാര്യമായിട്ട് ആൾ നോക്കി. അതിനുശേഷം പിന്നെ ആൾ തന്നെയാണ് കേട്ടോ ചക്ക ഇറക്കാൻ കൂടിയത്. പച്ച ചക്കയൊക്കെ പറിക്കുന്നതിൻ്റെ ഇടയിൽ പഴുത്ത ചക്കയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ബക്കറ്റിലാക്കാൻ അച്ഛന് പറ്റിയില്ല. അത് നിലത്ത് വീണിട്ട് പ്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. ഇതാണ് നമ്മളെ കഥാനായകൻ, അതായത് എൻ്റെ അച്ഛൻ. അച്ഛൻ തെങ്ങൊക്കെ കയറുന്ന ഒരാളാണ് കേട്ടോ. അച്ഛൻ ചെയ്യാത്ത പണിയൊന്നുമില്ല. ടാപ്പിങ്ങും എല്ലാ നമ്മളെ പറമ്പിലുള്ള എല്ലാ പണിയും അച്ഛൻ തന്നെയാണ് ചെയ്യാറ്. നിലത്ത് വന്ന് അടിഞ്ഞു പോയ ചക്കേൻ്റെ നല്ല ഭാഗം നോക്കി കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു. മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛനെ കാണിക്കുന്നില്ലല്ലോ, അച്ഛൻ എന്താ കാണിക്കാത്തതെന്ന്. അച്ഛൻ്റെ അടുത്ത് ഫോണുമായിട്ട് ചെല്ലാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറമ്പിലൂടെ തപ്പി നടക്കേണ്ടി വരും എൻ്റെ ഫോൺ എവിടെയെന്ന്. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നതോ എനിക്ക് കോള് വരുന്നതോ ഇതൊന്നും അച്ഛന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. മൂത്തമ്മ അങ്ങനെ കൊണ്ടുപോകാൻ ചക്കയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. അങ്ങനെ ആങ്ങളെ പെങ്ങൾക്ക് ചക്ക എടുത്ത് കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹമുള്ള ആങ്ങളെയും പെങ്ങളുമാണ്. രണ്ടും കൂടി ചക്കക്കുരു വെറുക്കുന്ന. ആദ്യമായിട്ട് കിട്ടുന്ന ചക്കയായതുകൊണ്ട് വന്നവരും നിന്നവരും പോയവരും എല്ലാവരും കഴിച്ചു.